കോപ്പ അമേരിക്കയിൽ ആദ്യ മത്സരത്തിൽ ജയിക്കാനാവാതെ ബ്രസീൽ. ഇന്ന് കോസ്റ്റാറിക്കയെ നേരിട്ട ബ്രസീൽ ഗോൾ രഹിത സമനിലയിൽ കുരുങ്ങി. വിനീഷ്യസ്, റോഡ്രിഗോ, റഫീഞ്ഞ എന്നിവർ ആദ്യ ലെവലിലുണ്ടായിരുന്നിട്ടും ആർക്കും ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ല. നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടും ഒരു ഗോൾ അടിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് ഇന്ന് മത്സരത്തിൽ കണ്ടത്. ആദ്യ പകുതിയിൽ ഒരു തവണ ബ്രസീൽ പന്ത് വലയിലെത്തിച്ചെങ്കിലും വാർ പരിശോധനയിൽ ഗോൾ നിഷേധിക്കപ്പെട്ടു. രണ്ടാം പകുതിയിൽ പകരക്കാരനായി എൻട്രിക്കിനെ എത്തിച്ചിട്ടും ബ്രസീലിന് ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാർട്ടിനെല്ലി, സാവിയോ എന്നിവരെയും മുന്നേറ്റത്തിലെത്തിച്ചിട്ടും രക്ഷയുണ്ടായില്ല. ബ്രസീലിനെതിരെ ഗുസ്താവോ അൽഫാരയുടെ കോസ്റ്റാറിക്കൻ യുവനിര ശരിക്കും ചരിത്രം കുറിക്കുകയായിരുന്നു. ആദ്യമായാണ് കോസ്റ്റാറിക്ക ബ്രസീലിനോട് പരാജയം ഒഴിവാക്കുന്നത്. 1959 തൊട്ട് ബ്രസീലിനോട് കളിച്ച കഴിഞ്ഞ 10 മത്സരങ്ങളും അവർ പരാജയപ്പെടുകയായിരുന്നു. ഇന്ന് മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 74% സമയവും പന്തിന്മേൽ ആധിപത്യം ബ്രസീലിനായിരുന്നു. 19 ഷോട്ടുകൾ ഇന്ന് ബ്രസീൽ തൊടുത്തു. എന്നാൽ ആകെ 3 ഷോട്ട് മാത്രമേ ഓൺ ടാർഗറ്റിലുണ്ടായിരുന്നുള്ളൂ. 692 പാസുകൾ 90% കൃത്യതയോടെ ബ്രസീൽ പൂർത്തിയാക്കി. കോസ്റ്റാറിക്ക മത്സരത്തിലാകെ 2 ഷോട്ടുകൾ മാത്രമാണ് തൊടുത്തത്. അതും ലക്ഷ്യത്തിലില്ലായിരുന്നു. ഗ്രൂപ്പിൽ ഇനി കോസ്റ്റാറിക്കയേക്കാൾ കടുപ്പമേറിയ പരാഗ്വെ, കൊളംബിയ എന്നിവർക്കെതിരായാണ് ബ്രസീലിന്റെ അടുത്ത മത്സരങ്ങൾ. ജൂൺ 29 ബ്രസീൽ പരാഗ്വയെ നേരിടും. ജൂലൈ 3 കൊളംബിയക്കെതിരായ മത്സരം. ആദ്യ മത്സരത്തിൽ പരാഗ്വയെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ കൊളംബിയ ഗ്രൂപ്പിൽ ആദ്യ റൗണ്ട് കഴിയുമ്പോൾ ഒന്നാമതാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.